മറ്റു വാർത്തയിലേക്കാണ്. കണ്ണൂരിൽ ആയിടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. സ്ഥാനാർത്ഥിയുടെ ഒപ്പ് വ്യാജമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂർ മലപ്പുട്ടം കോവുന്തലയിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. LDF സ്ഥാനാർത്ഥി MV ഷിഗിന എതിരില്ലാതെ ജയിച്ചു. കണ്ണപുരത്തും UDF പത്രിക തള്ളിയതിനെ തുടർന്ന് LDF സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ ജയിച്ചിരിക്കുകയാണ്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകുന്നത്. റഹീസ്, ഇന്നലെ തന്നെ 6ഓളം വാർഡുകളിൽ LDF ജയിച്ചിരുന്നു. അതിനു പുറമെയാണോ ഈ വിജയങ്ങൾ? അതിന് പുറമെയാണ് ഈ വിജയങ്ങൾ. നേരത്തെ പത്രിക ഇല്ലാത്തതിന്റെ ഭാഗമായി, എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിന്റെ ഭാഗമായിരുന്നു അത്തരത്തിൽ LDFന് എതിരില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. LDF സ്ഥാനാർത്ഥി മാത്രം മത്സരരംഗത്തുള്ള സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സാങ്കേതികമായി ആ പത്രിക അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ ജയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കണ്ണൂരിൽ വീണ്ടും എതിരില്ലാതെ രണ്ടിടങ്ങളിൽ കൂടി ഇപ്പോൾ LDF മാത്രം മത്സരരംഗത്തുള്ളത്. അതായത് UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതോടെ കണ്ണപുരം, മലപ്പട്ടം പഞ്ചായത്തുകളിലെ 2 വാർഡുകളിൽ കൂടിയാണ് ഇപ്പോൾ LDFന് എതിരില്ലാതിരിക്കുന്നത്. കണ്ണപുരത്തെ 10ാം വാർഡിലും ഒപ്പം തന്നെ മലപ്പട്ടത്തെ 12ാം വാർഡിലുമാണ് UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയത്. ഇതിലൊരു വാർഡിൽ ഈ സ്ഥാനാർത്ഥിയുടെ ഒപ്പ് വ്യാജമായി ഇട്ടതിനെ തുടർന്നാണ് പത്രിക തള്ളിയത് എന്നുള്ളത് കൂടി UDFന് നാണക്കേടുണ്ടാക്കുന്നു. സ്ഥാനാർത്ഥിയുടെ ഒപ്പ് വ്യാജമായി ഇട്ടു എന്നാണ് കണ്ടെത്തുന്നത്. അങ്ങനെ നേരത്തെ കണ്ണപുരത്തും മലപ്പട്ടത്തും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ 2ഇടങ്ങളിൽ LDF ജയിച്ചിരുന്നു. അതിന് പിന്നാലെ അത് കണ്ണപുരത്തെ 13ാം വാർഡും ഒപ്പം തന്നെ 14ാം വാർഡുമായിരുന്നു. മലപ്പട്ടണത്തും 2 വാർഡുകൾ, അത് അടവാപ്പുറം നോർത്തും അടവാപ്പുറം സൗത്തും LDFന് അവിടെ എതിരില്ല. അതിനപ്പുറത്തേക്ക് ഈ ആന്തൂർ നഗരസഭയിൽ 2 വാർഡുകൾ, അവിടെയും എതിരില്ല. അങ്ങനെ 8 വാർഡുകളിൽ നിലവിൽ ഇപ്പോൾ 8 ഇടങ്ങളിൽ LDFന് എതിരില്ലാത്ത സാഹചര്യമാണ് കണ്ണൂരിലുള്ളത്. സൂക്ഷ്മ പരിശോധന അവസാനിക്കുന്നതോടുകൂടി ഇത് കൂടും എന്നുള്ള വിവരം കൂടിയാണ് നിലവിൽ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.